Hi friends, welcome to Hajas classes. എടാ അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. പലരും ആകാംക്ഷയോടെ ഇരിക്കുന്ന ആളുകളുണ്ട്. കാരണം എത്ര കട്ട് ഓഫ് വരും, എത്ര ആയിരിക്കും കട്ട് ഓഫ് എന്നൊക്കെ ചിന്തിച്ച് എന്താണ് ആശങ്കാകുലനായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എടാ അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 2 പരീക്ഷകളാണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, സെക്രട്ടേറിയറ്റ് OAയും ലാബ് അസിസ്റ്റൻറ്റും. എടാ എത്ര മാർക്കുള്ളവർക്ക് പഠിച്ചു തുടങ്ങാം, അതായത് നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്, ഈ ഒരു പറയുന്ന മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മെയിൻസിന് വേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങാം. ആ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ സെക്രട്ടേറിയറ്റ് OAയുടെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, ലാബ് അസിസ്റ്റൻ്റ് എത്ര പോയിട്ടുണ്ട് എന്നൊക്കെ നോക്കും. അതുപോലെ കട്ട് ഓഫ് സാധ്യത നമ്മളൊന്ന് ഏകദേശം ഒന്ന് വിശകലനം ചെയ്യും. അതുപോലെ മെയിൻ പരീക്ഷ എപ്പോഴാണെന്നും, പിന്നെ നിങ്ങൾക്ക് കിടക്കാച്ച ഒരു ക്ലാസ്, അതും കിഡീലൻ പാക്കേജിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. എടാ ആദ്യം തന്നെ നമുക്ക് 4 ഘട്ടമായിട്ടാണ് 10th പ്രിലിംസ് നടന്നത്. ഡിസംബർ 28 മുതൽ ഈ കഴിഞ്ഞ ആഴ്ച വരെ നമുക്ക് പരീക്ഷകളുണ്ടായിരുന്നു. അപ്പോൾ ആ 4 ഘട്ടത്തിൻ്റെ ആ ഒരു വിശകലനം ആദ്യം നോക്കാം. എടാ ഒന്നാമത്തെ ഘട്ടം നമുക്കറിയാം, ഒരു എബവ് ആവറേജ്, ഒരു ടഫ് എന്ന് പറയാം. ആ ടഫായിട്ടുള്ളൊരു പരീക്ഷയായിരുന്നു ഒന്നാം ഘട്ടത്തിൽ നടന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതൊന്ന് ആവറേജായി മാറി, അതായത് ശരാശരി നിലവാരത്തിലേക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തി. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഈസിയായ ഒരു പരീക്ഷയായിരുന്നു. അതായത് നമുക്ക് ഈ 4 ഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഈസിയായ ഒരു പരീക്ഷയായിട്ടാണ് നമുക്ക് മൂന്നാം ഘട്ടത്തിൻ്റെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈസി എന്ന് പറയുമ്പോഴും പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യം നല്ലൊരു റേഞ്ച് പരീക്ഷയായിരിക്കും. കാരണം ഇവിടെ മൈനസ് കൂടുതൽ വരാൻ, അല്ലെങ്കിൽ നെഗറ്റീവ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈസി പരീക്ഷകളിൽ നെഗറ്റീവുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയേറെ ആ ഒരു തത്രപ്പാടുണ്ടല്ലോ, ആ ഒരു പരീക്ഷാ ഹാളിൽ ആ ഒരു അവസ്ഥയിലായിരിക്കും ഉദ്യോഗാർത്ഥികൾ ഇരിക്കുന്നത്. അത് ഈ ഒരു മൂന്നാം ഘട്ടത്തിന് കുറച്ച് ഒരു നെഗറ്റീവ് ഇമേജ് തരുന്ന ഒന്നാണെന്ന് പറയാം. പക്ഷേ എക്സാം ഒരു ഈസി ലെവൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ചോദ്യ പേപ്പറിൻ്റെ നിലവാരം വെച്ച്. നാലാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ വീണ്ടും അവിടെ എബവ് ആവറേജിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ടഫായിട്ടുള്ള ഒരു പരീക്ഷയാണ് 4ാം സ്റ്റേജ് എന്ന് പറയാം. അപ്പോൾ നോർമലൈസേഷനൊക്കെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം, പല ഘട്ടങ്ങളിൽ പല രീതിയിൽ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് മെയ് മാസം, ജൂൺ മാസം, അതായത് മെയ് മാസത്തോടെ നമുക്ക് ഇതിൻ്റെ മെയിൻ എക്സാം പ്രതീക്ഷിക്കാം. മെയിൻ എക്സാം നമുക്കറിയാം, ടെൻറ്റേറ്റീവ് കലണ്ടർ 2024 തന്നപ്പോൾ നമുക്ക് മാർച്ച് മുതലായിരുന്നു ഇതിൻ്റെ മെയിൻ എക്സാം പറഞ്ഞിരുന്നത്. എന്നാൽ നമുക്കറിയാം ഈ ഒരു പ്രിലിംസ് നടക്കാൻ കുറച്ചങ്ങോട്ട് വൈകിപ്പോയി, പറഞ്ഞ ഡേറ്റിൽ പരീക്ഷ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാർച്ച് മാസത്തോടെ ഈ ഒരു പരീക്ഷ, അടുത്ത മാസമാണ്, നമുക്ക് എന്തായാലും നടക്കില്ല എന്ന് നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഏപ്രിലോടെ ലിസ്റ്റ് വന്ന് മെയ് മാസത്തോടെ നമുക്ക് ഇതിൻ്റെ മെയ്, ജൂൺ മാസങ്ങളിലായിട്ട് ഇതിൻ്റെ മെയിൻ പരീക്ഷ, സെക്രട്ടേറിയറ്റ് OA അടക്കമുള്ള, ലാബ് അസിസ്റ്റൻ്റ് അടക്കമുള്ള OA പരീക്ഷ, മെയിൻ പരീക്ഷ നടക്കുമെന്ന് നമുക്ക് കണക്കൂട്ടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കറിയാം ഒന്നാം ഘട്ടത്തിൽ ഫൈനൽ കീ വന്ന 3 ഫൈനൽ കീ നമുക്ക് വന്നു. ഒന്നാം ഘട്ടത്തിൽ 1 മാർക്ക് ഡിലീഷൻ പോയി, രണ്ടാം ഘട്ടത്തിൽ 3 മാർക്ക് ഡിലീഷൻ പോയി, മൂന്നാം ഘട്ടത്തിൽ 7 മാർക്കാണ് ഡിലീഷൻ പോയിരിക്കുന്നത്. അപ്പോൾ 7 മാർക്ക് വരെ പോയ മൂന്നാം ഘട്ടം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ മൂന്നാം ഘട്ടം ഈസി ആയിരുന്നെങ്കിലും 7 ഡിലീഷൻ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടേറെ ആശങ്കയുണ്ട്. കാരണം മറ്റ് ഘട്ടങ്ങളെ അപേക്ഷിച്ച് 7ഓളം മാർക്കുകൾ, ശരിയാക്കാവുന്ന മാർക്കുകൾ, അതായത് ചോദ്യത്തിൻ്റെ മിസ്റ്റേക്കുകൾ കാരണം ഡിലീറ്റ് ചെയ്യപ്പെട്ടവയാണ്, നമ്മുടെ മിസ്റ്റേക്ക് അല്ല, ചോദ്യ പേപ്പർ തയ്യാറാക്കിയ ആളുകളുടെ മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് കാരണം എന്താണ് നഷ്ടപ്പെട്ടു പോയ 7 മാർക്കുകൾ ഈ മൂന്നാം ഘട്ടത്തെ കൂടുതൽ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ടെന്ന് നമുക്ക് വേണം പറയാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതൊന്നും നിങ്ങളിവിടെ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് നമുക്ക് ഒരു കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് ആ ഒരു കട്ട് ഓഫിൻ്റെ റേഞ്ച് പറയാം. നിങ്ങൾക്ക് നോക്കുക, കഴിഞ്ഞ ആ ഒരു സെക്രട്ടേറിയറ്റ് OAയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69.67 ആയിരുന്നു. 69.67, 886 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 886 പേരെ. ആ ഒരു ലിസ്റ്റിൻ്റെ അവസ്ഥ 1.5 വർഷം കൊണ്ടെന്താണ് ആ ഒരു ലിസ്റ്റ് കാലഹരണപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കുക, ആകെ 893 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. 893 പേർക്ക് നിയമന ശുപാർശ പോയ ആ ഒരു ലിസ്റ്റ് ഓപ്പൺ ആണ്. അത് മെയിൻ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ പേരെയും എടുത്തു. 1.5 വർഷത്തിനകം എന്താണ് എക്സോസ്റ്റ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം 2022 27/9 ഈ ഒരു ലിസ്റ്റ് വന്നത്.
ഏകദേശം 4/3/2024 ആകുമ്പോഴേക്കും എന്താണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് മുഴുവൻ പേരെയും എന്താണ് അഡ്വൈസ് അയച്ചിരിക്കുകയാണ്. അതായത് മുഴുവൻ പേർക്കും അഡ്വൈസ് കൊടുത്തു. നിലവിൽ ലിസ്റ്റ് ഇല്ലാത്ത അവസ്ഥ. ഇപ്പൊ തന്നെ ഏകദേശം 350 മുകളിൽ വേക്കൻസി ഇപ്പോൾ ഈ ഒരു തസ്തികയിലുണ്ട്. അതായത് സെക്രട്ടേറിയറ്റ് OA തസ്തികയ്ക്ക് 350+ വേക്കൻസികൾ നിലവിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ആദ്യത്തെ 1-2 മാസങ്ങൾക്കകം തന്നെ നിങ്ങൾക്ക് ഈ ഒരു 10, 350, 400 പേർക്ക് ഈ ഒരു തസ്തികയിലേക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആ രണ്ട് ഗുണം അതാണ്. സെക്രട്ടേറിയറ്റ് OA ആയാലും ലാബ് അസിസ്റ്റന്റ് ആയാലും നിലവിൽ ലിസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസങ്ങൾ, അതായത് ഈ വർഷം തന്നെ, ഈ 2025 എന്ന് പറയുന്ന ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കട്ട് ഓഫ് നിങ്ങൾ നോക്കുക. ഗാദി ബോർഡിന്റെ പ്രിലിംസ് നിങ്ങൾ നോക്കുക. ഏകദേശം 74 കട്ട് ഓഫ്. അതുപോലെ ലാബ് അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോളും 74 ഏകദേശമാണ് കട്ട് ഓഫ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ 65 മുതൽ 72 വരെ ഒരു കട്ട് ഓഫ് സാധ്യത നമ്മൾ കാണുന്നു. അതായത് വിശകലനാത്മകമായ രീതിയിൽ കട്ട് ഓഫ് അവലോകനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, മറ്റ് യൂട്യൂബ് എല്ലാം ഉണ്ട്. എല്ലാം വെച്ച് നമ്മൾ ചോദ്യ പേപ്പറും ഇതുവരെ വന്ന എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് 65-നും 72-നും ഇടയിൽ ഒരു കട്ട് ഓഫ് സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് പ്രിലിംസിനാണ്. പിന്നീട് മെയിൻസ് എക്സാം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം നമുക്ക് ഏകദേശം ഒരു 1000 പേരെയെങ്കിലും ഈ ഒരു വരുന്ന സെക്രട്ടേറിയറ്റ് OA ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് വിചാരിക്കാം, മെയിൻ ലിസ്റ്റിൽ. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു 5 ഇരട്ടി 6 ഇരട്ടിയൊക്കെ ആളുകളെ പ്രിലിംസിന് വേണ്ടി ഉൾപ്പെടുത്തും. അപ്പോൾ ഏകദേശം 65-ന് മുകളിലാണ് നിങ്ങൾക്ക് മാർക്ക് എങ്കിൽ, 65+ ആണ് നിങ്ങളുടെ മാർക്ക് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെയിൻസിന് പഠിച്ചു തുടങ്ങാം. മെയിൻസിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് തുടങ്ങാൻ വേണ്ടി സാധിക്കും. 65+ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ പ്രിലിംസിൽ ഉൾപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് പഠിച്ചോ. ഇനി നമുക്ക് ലാബ് അസിസ്റ്റന്റിന്റെ കൂടി ഒന്ന് നോക്കാം. അവിടെ ലാബ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് ഒന്ന് നോക്കാം. അവിടെ തിരുവനന്തപുരത്ത് 85.67 ആയിരുന്നു കട്ട് ഓഫ്. കൊല്ലത്ത് 83.67. അത് പത്തനംതിട്ടയിൽ 79.33. ആലപ്പുഴ 72.67. കോട്ടയം 82.33. ഇടുക്കിയിൽ 72.33. എറണാകുളം 82.33. തൃശ്ശൂരിൽ 76. പാലക്കാട് 84. മലപ്പുറം 76. അതുപോലെ കോഴിക്കോട് 83. വയനാട് 70.67. കണ്ണൂർ 83.67. കാസർഗോഡ് 79 എന്നിങ്ങനെയാണ് കട്ട് ഓഫ്. ഇത് നിങ്ങൾ നോക്കുക. ഇതിൽ ഇടുക്കി ജില്ലയ്ക്കാണ് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ്. അതുപോലും 72.33 ആണ്. 72.33 ആണ്. ഏറ്റവും കൂടിയ കട്ട് ഓഫ് നമുക്കറിയാം ഇവിടെ തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. എത്രയാണ്? 85.67. ആ രീതിയിൽ വരുമ്പോഴും നിങ്ങൾ നോക്കൂ, അഡ്വൈസ് ഡീറ്റെയിൽസ് ഇതിൽ എവിടെയും ഇതുവരെ 100-ന് മുകളിലേക്ക് അഡ്വൈസ് പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ അഡ്വൈസ് എനിക്ക് തോന്നുന്നു ഇവിടെ 88 തന്നെയാണ്. 88, 88, 85, 86 ഈ റേഞ്ചാണ് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് അഡ്വൈസ് പോയിരിക്കുന്നത്. അഡ്വൈസ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് 88 വരെയാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിലായിരിക്കാം ഇനിയും നമുക്ക് എന്താണ് ഇതിലേക്ക് ആളുകളെ ഉൾപ്പെടുത്തും. പക്ഷെ ഇപ്പം തന്നെ പല സ്ഥലങ്ങളിലും അത്യാവശ്യം വേക്കൻസികൾ ഏകദേശം 10, 15, 20 ഒക്കെ വേക്കൻസികൾ പല ജില്ലകളിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പം ഈ പറയുന്ന ഒരു അഡ്വൈസിലായിരിക്കില്ല നിൽക്കുക, അതിനേക്കാൾ മുകളിലേക്ക് അഡ്വൈസ് വരും. അതിനേക്കാൾ മുകളിലേക്ക് അഡ്വൈസ് വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല അവസരമാണ്. നിങ്ങൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻസ് എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു അവസരമാണ്. 65-ന് മുകളിൽ മാർക്ക് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഫൈനൽ കീ ഒക്കെ വെച്ച് ഇതിന് മുകളിലേക്ക് മാർക്ക് വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പഠിച്ചു തുടങ്ങണം. ഈ വർഷം നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. 2025 നിങ്ങൾക്കുള്ളതാണ് എന്ന് ചിന്തിക്കുക. കാരണം സെക്രട്ടേറിയറ്റ് OA ഒരുപാട് വേക്കൻസികളാണ്. ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് ജോലി എന്ന അവസ്ഥയിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഈ ഒരു അവസരത്തിന് വേണ്ടി ശക്തമായ രീതിയിൽ പഠിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടി ഈ വാലന്റൈൻസ് ഡേയിൽ കിഡിലൻ ഓഫറുമായിട്ട് ഹാജാസ് ക്ലാസ്സസ് വരികയാണ്. അതായത് വെറും 999 രൂപ പ്ലസ് GST, 999 പ്ലസ് GST എന്ന് പറയുന്ന ഒരു റേറ്റിൽ നിങ്ങൾക്ക് 10th മെയിൻസിന്റെ ഏറ്റവും മികച്ച ഒരു ബാച്ച് ലഭിക്കുന്നു. അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു പരീക്ഷ ഓഗസ്റ്റ് മാസത്തോടെ നമ്മൾ നടക്കുകയാണ്.
ഒറ്റ പരീക്ഷയാണ്. അതായത് പ്രിലിംസ് ഇല്ല, മെയിൻസ് എന്ന് പറയുന്ന ഒറ്റ പരീക്ഷ. എടാ സിലബസ് രണ്ടും ഒന്നാണ്. സിലബസ് രണ്ടും അണുവിട വ്യതിചലിക്കാത്ത സിലബസ് ആണ്, രണ്ടും ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ പാക്കേജിൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരൊറ്റ പാക്കേജ്, ഈ ഒരൊറ്റ ഓഫറിൽ 2 പരീക്ഷകൾ ഈ വർഷം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. എടാ നിങ്ങൾക്ക് 10th മെയിൻസിൽ സെക്രട്ടേറിയറ്റ് OAO അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് തീർച്ചയായും ക്രാക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ആദ്യത്തെ റാങ്കിലേക്കും നിങ്ങൾക്ക് ഇടം നേടാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകൾ, ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ, അതായത് നിങ്ങൾ നോക്കുക, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ PSC രംഗത്ത് തഴക്കവും വഴക്കവും വന്ന അധ്യാപകരാണ് ഈ ഒരു ഹജാസ് ക്ലാസ്സസിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അത്രയേറെ നിങ്ങൾക്ക് ഉറപ്പിച്ച് മുന്നോട്ട് ഡെമോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആപ്പിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഈ ഹാജാസ് ക്ലാസ്സസിൻ്റെ ആപ്പ് എടുക്കുക, അല്ലെങ്കിൽ 1 രൂപയ്ക്ക് 50ഓളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, വെറും 1 രൂപയ്ക്ക്. ആ ക്ലാസ്സുകളുടെ ക്വാളിറ്റിയും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാം. എടാ നിങ്ങൾക്ക് വിജയം 100% ഉറപ്പ് ഇവിടെ തരും. കാരണം അത്രയേറെ മികച്ച ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ. 1200-ലധികം റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ ലൈവ് ക്ലാസ്സുകൾ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള ഇതിന് ലൈവ് ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഈ ഒരു പാക്കേജിൽ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക, നിങ്ങൾ ഏറ്റവും മികച്ച റാങ്കിൽ തന്നെ ഇവിടെ നിങ്ങൾ ജയിച്ചു കയറും. എടാ അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ബാച്ച് എടുത്താലുള്ളൊരു ഗുണമെന്ന് പറയുന്നത്, ഈ വർഷം വിജ്ഞാപനം വരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ വെബ്കോ എൽ ഡി സി വരുന്നുണ്ട്. വെബ്കോ LDC ഇതിന് രണ്ടും നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുകയും നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് റിവിഷൻ മാത്രം ചെയ്താൽ, ആ ബാച്ച് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് കൂടി ചെയ്താൽ നിങ്ങൾക്ക് ആ ബാച്ച് എന്താണ്, ഈ ബാച്ചിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രം മതി ഈ ഒരു 2 പരീക്ഷകളും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തു പോകാൻ. ആദ്യത്തെ റാങ്കിൽ, ആദ്യത്തെ 50-നുള്ളിൽ വരെ നിങ്ങൾ എത്തിപ്പെടും. അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. കൂടാതെ ഇവിടെ കമ്പനി ബോർഡ് LGS വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ച്. വെറും 999 ആണ് നമ്മൾ ഇവിടെ, അതായത് പ്ലസ് GST ഏകദേശം 1100ഓളം രൂപ. ഈ ഒരു രൂപയ്ക്ക് ഈ ഒരു ബാച്ച്, അതായത് 2 ബാച്ചും ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടും. 2 ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് BFAക്കും വെബ്കോ LDCക്കും കൂടെ ഉപകാരപ്പെടും. ആ ഒരു ബാച്ചാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ എന്തിനാണ് ആശങ്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് 65-ന് മുകളിൽ മാർക്ക് പരീക്ഷകളിൽ സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാതെ അടുത്തൊരു പരീക്ഷ നിങ്ങൾക്ക് ഈ ഒരു വർഷം തന്നെ കയറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അസിസ്റ്റന്റ് സെയിൽസ്മാനും 10th മെയിൻസും ഒരുമിച്ചുള്ള കിടുക്കാച്ചി ബാച്ച് ഇതാ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നു. എടാ ഉടൻ തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് 9995027074 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. എടാ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ചിന്തിച്ച് നിൽക്കേണ്ട, ഉടൻ തന്നെ ഇങ്ങോട്ട് കയറി പോന്നേക്ക്. ഓക്കെ, എടാ ഈ നമ്പർ മറക്കേണ്ട, ഇപ്പോൾ തന്നെ കോൾ ചെയ്ത് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാം. ആദ്യത്തെ റാങ്ക് സ്വപ്നം കാണുക. നമ്മൾ ഈ ഒരു പരീക്ഷ വിജയിക്കും. ഓക്കേടാ.